BSc Malayalam TV, connecting Malayalis across Canada, streaming 24/7. Welcome back to another episode of Face of the Week. നിങ്ങളോടൊപ്പം ഞാൻ നവ്യ. സോ ഇന്ന് ഫേസ് ഓഫ് ദ വീക്കിൽ എന്നോടൊപ്പമല്ല നമ്മോടൊപ്പം ഉള്ളത് ഒരു ഗസ്റ്റ് മാത്രമല്ല കേട്ടോ. സോ വി ഹാവ് എ കംപ്ലീറ്റ് ടീം ഹിയർ ആൻഡ് എക്കോസ് ഇൻ ദ മാർജിൻ എന്ന ഷോർട്ട് ഫിലിം പോസിബിൾ ആക്കിയ ഒരു ടീമിനെയാണ്. ഒരു ടീം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ടീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചാകേണ്ട എനർജറ്റിക് ആയിട്ടുള്ള ഒരു പവർ പാക്ഡ് ടീമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സോ ലെറ്റ്സ് വെൽക്കം എക്കോസ് ഇൻ ദ മാർജിൻ ടീം ടു ദ BSc മലയാളം TV. സെന്റർ പോയിന്റ് നമ്മുടെ എക്കോസ് ഇൻ ദ മാർജിൻ എന്ന സെന്റർ പോയിന്റ് ആണ് നമ്മുടെ ഡയറക്ടർ ജെറിൻ. സോ ലെറ്റ്സ് get to know more about him. ഭയങ്കര ഭയങ്കര സന്തോഷം BSc ഇങ്ങനെ വരാൻ സാധിച്ചതില്. BSc ഞാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്, BJ പോലെ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. ദെൻ ഇപ്പോൾ വീണ്ടും വരാൻ പറ്റിയ വളരെ സന്തോഷം. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രധാന ഉദ്ദേശം പറഞ്ഞ പോലെ എക്കോസ് ഇൻ ദ മാർജിൻ, അതാണ് ഇപ്പൊ നമ്മുടെ വിഷയം. നമ്മുടെ ഷോർട്ട് മൂവിയാണ്. വിഷയമാകണല്ലോ, എന്ത് വിഷയമാകുമ്പോൾ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റില്ല. സോ എക്കോസ് ഇൻ ദ മാർജിൻ നമ്മുടെ ഷോർട്ട് മൂവിയുടെ പേര്. സോ അത് ഈ വരുന്ന വീക്കെൻഡില് നമ്മളത് റിലീസ് ചെയ്യാൻ പോവാണ്. സോ എന്റെ കൂടെയുള്ളത് ഒബ്വിയസ്ലി നവ്യ ആസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആവശ്യമില്ല. കൂടെയുള്ളത് ഇതിലെ നമുക്ക് ഇതിന്റെ ഒരു ഡബിങ് ടീം ഉണ്ടായിരുന്നു. സോ ഡബിങ് ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മെയിൻ ലീഡേഴ്സിൽ ഒരാളായിട്ടുള്ള മിഥുനാണ് ഇവിടെ ഉള്ളത്. മിഥുനെ നമ്മൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഏത് ഷോർട്സോ റീൽസോ അല്ലെ വിജയ് എന്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മിഥുന്റെ ഫേസ് കാണാം. സോ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമുക്കിപ്പോ മിഥുൻ. Thanks for your kind words and thanks for having me here. BSc ലേക്ക് വന്നതിൽ ഒരു സന്തോഷം. And എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ജെറിനോട് ഫസ്റ്റ് താങ്ക്സ് പറയുന്നു. ജെറിൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഞാൻ അറിയാതെ ഞാൻ ഫിലിമിലുണ്ടോ എന്നെ നമ്പിയാല് ഞാനിനി ആ മൂവിയിൽ വന്നു. ആ ഒരു VJ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ. സോ എന്റെ അത് പറഞ്ഞു വരുന്ന വേറെ കാര്യമുണ്ട്. VJ RJ ഞാനൊരു അർജുനാണ്. എനിക്ക് വേണ്ടി പോകുന്നതാണ്. ദെൻ എനിക്ക് പറയാനുള്ള രണ്ട് പിള്ളേരെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഡാരീസ് ഉണ്ട്. ഡാരീസ് മലയാളത്തേക്കാൾ കൂടെ ഇംഗ്ലീഷാണ് ഇഷ്ടപ്പെട്ട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു. I am Malayali. Oh, you are Malayali? അയ്യോ കണ്ടാ പറയില്ല അല്ലേ? ലുക്കേ മാറ്റിക്കളഞ്ഞല്ലോ. But he is completely born and brought up in Yeah, I was born downtown and I grew up everywhere here. Okay. കൊള്ളാം. And he is അതിലാണിത്. ഞാൻ അപ്പു എന്നാണ് വിളിക്കാറുള്ളത്. അപ്പുന് കിട്ടുന്നത് അപ്പുവിൽ നിന്നാണ് ഡയറക്ടറിലേക്ക് എത്തുന്നത്. അപ്പുവിന്റെ ഫാദറായിട്ട് നമ്മൾ ചെറിയൊരു സിനിമ പരിപാടി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക്ഔട്ട് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ അപ്പുവിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇതില് ബേസിക്കലി ഞാൻ ഒന്നുകൂടി തെളിവായി സ്വന്തം കഴിഞ്ഞാൽ അവിടെ ആണെന്നുണ്ടെങ്കിൽ മിഥുന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡബ് ചെയ്തിട്ടുള്ളത് അലക്സ് എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അതിന്റെ ശബ്ദമാണ് മിഥുൻ. നല്ലൊരു ഗാംഭീര്യമുള്ള ഒരു വോയിസ് കൊടുക്കാൻ പറ്റിയ ഒരു വോയിസ് ഉണ്ട്. കംപ്ലീറ്റ് ചെയ്യുമ്പോ അതിലാണ് അതിന്റെ ചൈൽഡ്ഹുഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മെയിൻ ഭയങ്കരമായിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ അപ്പൂന്നാ വിളിക്കാറുണ്ട്. ഡാരീസ് വന്നിട്ടുണ്ടെങ്കിൽ സൈമൺ എന്നാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ പേര്. ആ ക്യാരക്ടറിന്റെ ചൈൽഡ്ഹുഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. ഡാരീസിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ സ്കേറ്റ് ചെയ്യുന്ന സ്നോ ബോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനത്തെ ഒരാളെ നമ്മളിങ്ങനെ തപ്പി നടക്കായിരുന്നു. ബേസിക്കലി ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു ക്യാരക്ടറിനും ആ ഒരു മൂവിക്കും ഒരുപാട് ഗുണമായിരിക്കും. സോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഓക്കെ ഡാരീസിന്റെ ഒരു പയ്യനുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ ഇങ്ങനെ ആയിരിക്കില്ല ആക്ച്വലി കാണാൻ. മേക്കപ്പിന്റെ വ്യത്യാസം കൊണ്ടല്ല, ഒരു പ്രായം ഒരു 4 വർഷം പിന്നാക്കം അടിച്ചിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. നല്ലൊരു ചേഞ്ച്. അതാ ഇപ്പം മൂവിയിൽ ഞാൻ ജസ്റ്റ് എനിക്ക് കാണിച്ചു തരുമല്ലോ വെച്ചാൽ അപ്പോഴാ പിക്കിൽ കണ്ടപ്പോ ശരി ഇവരല്ല ഞങ്ങൾ ഇങ്ങനെ അല്ലടാ ഇതായല്ലേ. സോ അതാണ് ഇതിനെ കുറിച്ചിട്ട് എനിക്ക് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. സോ
4 വർഷം മുന്നേ ഉള്ള കൊച്ചുങ്ങൾ ഇപ്പൊ വളർന്ന് കൊച്ചു മീശയൊക്കെ വന്ന് ഇതായില്ലേ? പക്ഷെ എന്താണ് ഈ 4 വർഷത്തെ കഥ? എന്തുകൊണ്ട് ഇത്രയും ഡിലേ വന്നത്? അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മിഥുനോട് പറഞ്ഞായിരുന്നു, സത്യം പറഞ്ഞു നമുക്കത് അധികം പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ അത്ര താല്പര്യമില്ല. കാരണം അത് നമുക്കൊരു വീക്ക് പോയിന്റ് ആണ്. കാരണം 4 വർഷം പോയി പറഞ്ഞാൽ നമ്മളിത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് 4 കൂടുതൽ വർഷമായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, ഒബ്വിയസ്ലി ഈ ഒരു വർക്കിന് കുറച്ച് സമയം ആവശ്യമുണ്ട്. പക്ഷെ ഇത്രയും സമയം ആവശ്യമില്ല. ഒരു പഞ്ചിരിക്കട്ടെ, ഒരു വലിയൊരു രാജ്മൗലി ഒക്കെ മൂവി ഡയറക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 വർഷമൊക്കെ അല്ലേ? ഇരിക്കട്ടെ, ജെറിന് ഒരു പഞ്ചിരിക്കട്ടെ. പക്ഷെ ഇത്രയും സമയത്തിന്റെ ആവശ്യമില്ല ആക്ച്വലി, സത്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഞാനും എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അവരുടെ ലൈഫിന്റെ ഒരു ചേഞ്ചിങ് മൊമെന്റിലായിരുന്നു. ഒബ്വിയസ്ലി നമ്മൾ കല്യാണം കഴിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. കല്യാണം ഒരു പ്രശ്നമേ അല്ല. ഇവിടെ ലാസ്റ്റ് കയറി അങ്ങനെ വിശ്വസിക്കുന്നത് ഇതുവരെ ഇഷ്ടപ്പെടുന്നത്. കല്യാണം ഒരു പ്രശ്നമല്ല. അത് പറയുന്ന കുറെ കാര്യമുണ്ട്. ഇവിടെ സ്റ്റുഡന്റ് ആയിട്ടപ്പോ അപ്പം ഈ പറഞ്ഞ 4 വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രൊജക്റ്റുമായി അസോസിയേറ്റ് ചെയ്ത കുറെ പേര് വേറെ പല പ്രൊജക്ട്സിലും നമ്മൾ പരിചയപ്പെടുന്ന സാഹചര്യം വരും. അപ്പൊ അതിൽ വിമോചേട്ടൻ ആയിക്കോട്ടെ, ലീഡ് റോൾ ചെയ്തിട്ടുള്ള വിമോചേട്ടൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലീഡ് ചെയ്തിട്ടുള്ള ഫീമെയിൽ ചെയ്തിട്ടുള്ളത് വൈഷ്ണവിയാണ്, പിന്നെ ക്രിസ്ത്യൻ മരിയ, അഞ്ജലി ജോസഫ്, ഇവർക്ക് വേറെ പല പ്രൊജക്ട്സിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന എക്കോസ് ഇൻ ദ മാർജിൻ എന്ന പ്രൊജക്ടിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയാനുള്ളത്. ബിക്കോസ് ദേ ഹാഡ് എ വെരി ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പം ദോ ഇറ്റ് ടുക്ക് സം ടൈം, ദ ക്വാളിറ്റി ഓഫ് വർക്ക് ആണല്ലോ rather than the time നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദ എക്സ്പീരിയൻസ് ദേ ഹാവ് ഗെയിൻഡ് ഇസ് പ്രിറ്റി മച്ച് വളരെ അപ്രീഷിയേറ്റീവ് ആയിട്ടാണ് അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് when I got the call, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ടു അസോസിയേറ്റ് വിത്ത് ഹിം ഇൻ എനി വേ. സോ അതുകൊണ്ട് ടൈം ഡസന്റ് മാറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, അത് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ ഈവൺ വൈഷ്ണവിയുടെ ആണെങ്കിലും ഫസ്റ്റ് വർക്കാണ്. വൈഷ്ണവി അതിന് ശേഷം ഒരുപാട് വർക്കുകൾ ചെയ്തു, എല്ലാം റിലീസ്ഡ് ആയി. ക്രിസ്ത്യൻ മരിയയുടെ ഫസ്റ്റ് വർക്കാണ്. നൗ ഷി ഹാസ് ആക്ടഡ് ഇൻ എ മൂവി. ഫുൾ ലെങ്ത് മൂവിയിലേക്ക് ലീഡ് റോളിലാണ് ബേസിക്കലി വന്നിട്ടുണ്ട്. ദെൻ ഭയങ്കര സന്തോഷമാണ് പറയുമ്പോ തന്നെ. അപ്പൊ ഞാനന്ന് നമ്മള് ഫസ്റ്റ് ഈ ഒരു മൂവിയിലൊക്കെ ദൈവം നമ്മുടെ സിനിമയില് സത്യം. ഞാൻ ആ പോസ്റ്റർ, നിങ്ങളുടെ എക്കോസ് ഇൻ ദ മാർജിൻ എന്ന പോസ്റ്റർ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇപ്പം കാനഡയില് ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ക്രിസ്ത്യൻ മരിയ മൂവി ഞാൻ കണ്ടിരുന്നു, നാട്ടിൽ അവള് പോയപ്പോ അഭിനയിച്ചത്. പിന്നെ അഞ്ജലി പുള്ളിക്കാരും ഒത്തിരി കൊളാബറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മിഥുൻ, എല്ലാവരും ഇപ്പം ഭയങ്കര ആക്റ്റീവ്ലി ഇൻവോൾവ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തത് മിസ്റ്റർ ജെറിനിൽ നിന്നുമാണ്. അല്ല, അഞ്ജലിയുടെ ഫസ്റ്റ് വർക്ക് ഇതല്ല. അഞ്ജലി പക്ഷെ ഫസ്റ്റ് വർക്ക് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ബ്ലൂ മൂൺ പ്രൊഡക്ഷൻസ് നമുക്കൊരു ബാനർ ഉണ്ട്. അപ്പൊ അതിൽ തന്നെയാണ് ഫസ്റ്റ് അഞ്ജലി വന്നിട്ടുള്ളത്. ഒരു ലിവിംഗ് ടുഗർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലായിരുന്നു ഫസ്റ്റ് അവിടെ വരുന്നത്, അതിൽ ലീഡായിട്ട് വന്നത്. അതിനുശേഷം പിന്നെ മറ്റു വർക്കുകളിലായിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെന്താ പറയാ, പിന്നെ മിഥുനിലേക്ക് എത്തുന്നത് മിഥുൻ ഭയങ്കര ഞങ്ങൾക്ക് ലക്കാണ്. അത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മിഥുനിലേക്ക് എത്തുന്നത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ടൈം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ആക്ടേഴ്സിന്റെ ഒക്കെ അവൈലബിലിറ്റി എപ്പോഴും ഒരു ഇഷ്യൂ ആണ്. അത് അഭിനയിക്കാൻ ഇഷ്യൂ ആണ്, പ്ലസ് നമുക്ക് ഡബ് ചെയ്യാനുള്ളത്. നമുക്ക് ഡബിങ് എന്തായാലും വേണം നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മുടെ ഈ ഒരു വർക്കിന്റെ ഒരു പാറ്റേണിൽ അത് ആവശ്യമുണ്ട്. ദെൻ അപ്പൊ നമ്മുടെ ഈ അലക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഡബ് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മിഥുൻ തന്നെയാണ് വിളിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി വാസ് സ്റ്റക്ക്. ആ സമയത്ത് എന്തിനായിരുന്നു, എല്ലാ വർഷവും ഞാനൊരു നാട്ടിൽ വെക്കേഷൻ ഒരു ശീലം ഉണ്ടല്ലോ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ സമയത്ത് വിളിച്ച സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ബിക്കോസ് സാധാരണ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലായിരിക്കും ആൾക്കാർ വിളിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ നാട്ടിലാണ്, അപ്പം എനിക്കറിയില്ല എങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഐ തോട്ട് ലൈക്ക് ഇത് എന്റെ കയ്യിൽ നിന്ന് പോയത്. സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒബ്വിയസ്ലി ഓക്കെ ഇത് നാട്ടിലാണ്, പെട്ടെന്ന് വരത്തില്ല. എനിക്ക് തോന്നുന്നു പെങ്ങളുടെ കല്യാണം. അപ്പൊ പെട്ടെന്ന് എത്തുന്ന എനിക്ക് പ്രതീക്ഷയില്ല. ഓക്കെ, പിന്നെ അടുത്ത ആൾ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ അടുത്ത 1-2 ഓപ്ഷൻസിലേക്ക് പോയി. പക്ഷെ അതും നമ്മൾ വിചാരിച്ച രീതിയിൽ പോയില്ല. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് വേറെ ആൾക്കാരും ഡബിങ് നടക്കാനുണ്ട്. സോ അതും പാരലൽ നടന്നുകൊണ്ട് പോയിരിക്കുന്നു. ദെൻ ഇതും തിരിച്ചു വരുന്നു. എനിക്കൊരു കോൾ വരുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇങ്ങനെ അവൈലബിൾ ആണോ. അങ്ങനെ മിഥുൻ വരുന്നു. മിഥുൻ നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീസ് ആളറിയാലോ. മിഥുന്റെ ഏറ്റവും എനിക്ക് സ്പെഷ്യൽ നമ്മുടെ ഷാസാമിന് പറഞ്ഞ പോലെയാണ്, മാൻ ഓഫ് എക്സൈറ്റ്മെന്റ് ആണ്. എപ്പോഴും എക്സൈറ്റ്മെന്റ് ആണ് എല്ലാത്തിനോടും. ഞാൻ തന്നെയാണോ പോകുന്നു.
സോ മിഥുൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോഴും. അത് എക്സൈറ്റ്മെന്റ് എന്ന സെൻസ് വെച്ചാല് ആ പുള്ളി ചെയ്യുന്ന വർക്കിനോട് ഭയങ്കര കമ്മിറ്റഡ് ആണ്. സോ അതിന്റെ ഏറ്റവും നല്ല ഔട്ട് കിട്ടാനായിട്ട് നമുക്കത് നമ്മൾ ആ ഡബിങ് നമ്മളൊരു അപ്പാർട്ട്മെന്റിലാണ് ഡബിങ്ങിന്റെ പീരീഡ് നടന്നുകൊണ്ടിരുന്നത്. സോ ഓരോ ഡയലോഗ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി വേറെ ഇല്ല പറഞ്ഞു, ഞാൻ വേറെ ലൈക്ക് പരമാവധി എന്തൊക്കെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമോ, he does that all the gives time. his best. And yeah, I'm so happy. I'm glad that you're happy about it because പലർക്കും ചിലപ്പം because നമ്മള് ഫസ്റ്റ് ടൈം അസോസിയേഷൻ ആണ്. അപ്പം നമ്മളെ പീസ് ഓഫ് വർക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സോ മച്ച് ഓഫ് എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ എപ്പോഴും അതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പ് ആവുന്ന സമയത്ത് നമുക്കിതിൽ ഏതൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ മാക്സിമം ഇടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ റൈറ്റിംഗ് ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട് ഷോർട്ട് ഫിലിംസിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ഫേസസിൽ എന്തോരം ഹാർഡ് വർക്ക് ഇട്ടാലേ ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് ഈ സാധനം കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ഇത്രത്തോളം അധ്വാനം പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നോ വേ നമ്മൾ അവിടെ ഒരു കോംപ്രമൈസിന് നമുക്ക് തോന്നൂല. ഇത്രയും നമുക്ക് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടല്ലേ ഹാർഡ് വർക്ക് എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുമ്പോൾ നമുക്ക് ഒരിക്കലും പോയിട്ട് അവിടെ ചെന്നിട്ട് എന്നാ പിന്നെ വന്ന് നോട്ട് there to have fun. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിന്റെ കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിച്ചേ പറ്റൂ എന്നുള്ളതായിരുന്നു. അതിന് ആ വർക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വർക്ക് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിന്റെ ഔട്ട്പുട്ടിൽ കൃത്യമായിട്ട് അത് കാണാൻ പറ്റും. Yes, നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. experience. What was your experience? So I had a really good experience on him. So ഞങ്ങൾ ചെയ്ത like as we said like നമ്മൾ 4 years മുമ്പായിരുന്നു ചെയ്തത്. അന്നപ്പോൾ നമ്മൾ എക്സാക്ട്ലി ഞാൻ ഓർക്കുവാണെങ്കിൽ it was a snowstorm and ഞങ്ങൾ it was ഭയങ്കര തണുപ്പായിരുന്നു പുറത്ത്. ഞങ്ങൾ ഓരോ ഷൂട്ടിങ്ങും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ it was very like ഒത്തിരി ലേറ്റ് ആയി. And then കറക്റ്റ് നമുക്ക് ഒരു വലിയ സ്നോ സ്റ്റോം ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഐ റിമെമ്പർ ചരൺ ചേട്ടായി ഞങ്ങളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന പോകുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് നമ്മളെ റോഡ് ലൈക്ക് സ്റ്റക്ക് ആവുകയും നമ്മളെ കാറൊക്കെ സ്റ്റക്കായിരുന്നു. പിന്നെ ആർക്കുന്നുണ്ട് ഞാൻ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ അത്രയും ദൂരം കൊണ്ടുവിടാൻ പാടായിരുന്നു. ഞാൻ ആർക്കുന്നുണ്ട് നമ്മുടെ ടോ ട്രക്കിലായിരുന്നു അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ട്. പക്ഷെ ചേട്ടൻ ഭയങ്കര ഇതായിരുന്നു, സേഫ് ആയിരുന്നു. ഞാൻ പോകുന്ന വഴിക്കല്ല ചേട്ടൻ എന്നെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു സേഫ് ആണോ ഇതാണെന്ന്. ബട്ട് ആ ഹോൾ എക്സ്പീരിയൻസ് വാസ് വെരി നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടാണ് അത്രയും തണുപ്പത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. And everything was good. Yeah. Nice. Was that your first This is my first short film. Oh, wow. Okay. Nice. കുട്ടിയുടെ മലയാളം കുറച്ചറിയാം. Okay, now let's know more about like how was your experience? Yeah. Experience, I remember falling a lot when we were doing the skateboarding scene. Like I used to skateboard, so the whole skateboarding part was easy for me. But then as soon as I found out I have to snowboard, I've never done that before. And then just going down, I couldn't get down the hill. Not even halfway. It was just too difficult for me. But that's also what he wanted, so it worked out at the end. And yeah, like he said, it was very cold, and yeah, getting stuck. I didn't have any trouble getting home because I lived nearby where we were shooting, but yeah, And this was your just very first? cool. Yeah, very first time Okay. acting in anything. Nice. So you gave everyone the opportunity. The opportunity in a lifetime. Yes. So in this 4 years, anything changed? Like, did you act in any other movies or? I didn't act, but I do photography and videography. Oh, and I'm in nice. film school right now, and I'm directing music videos, Wow. sports, my own short films and all. Wow, okay. So I think it all began from I wish from the Echoes in the Echoes in the Margin? Margin. I remember seeing the camera when we were shooting the skateboarding stuff, specifically because then it was not dark out, and I've always had an interest in tech, and seeing the actual camera and seeing all the accessories added on, it was interesting to me. So then from there, I just spiraled down like different cameras, different technologies for filmmaking and all. And That's then, nice. Inspiring. Good. നിങ്ങൾക്ക് രസത്തായിരിക്കും ഫ്യൂച്ചർ ഗ്രോയിങ് ഭയങ്കര സന്തോഷം ഫിലിമിലേക്ക് തന്നെ വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ. സോ what do you study? film production at Toronto Film School. Oh wow. Interesting. Very interesting. That's nice. So you're a Malu. Yeah, From which place in Kerala. Really? Kerala ഇവിടെ. Like where in Kerala? Yeah.
Oh, You don't know? I don't remember what it's called. You've never been there? I've been there 4 times. I just don't Okay. know the names. I see. Okay, yeah. I think it's Chulikara or something else. Chullikara. Yeah. Okay. Chulikara. Chullikara. And you? I'm from Kottayam. Kottayam. Kottayam, Ah, okay. okay. Which I think you've been to Kerala pretty Oh yeah, I'm going to frequently, right? Kerala in like couple months. actually. Okay, Oh. okay. That's because Malayalam നല്ല fluent ആണ്, so I think Yeah, വീട്ടില് നമ്മള് മലയാളം അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളതാണ് എല്ലാവരും ഇവിടെ സംസാരിക്കുന്നു പാരന്റ്സ് മലയാളം. ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് മലയാളം മാത്രം എനിക്ക് സംസാരിക്കുന്നത്. തോന്നുന്നു നിങ്ങൾ മലയാളം ക്ലാസ്സിൽ പോകുന്നില്ലേ ഞാൻ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഇയർ വരെ മലയാളം ക്ലാസ് ഉണ്ടായിരുന്നു ഓൺലൈന്. okay. കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയുണ്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന പരിപാടിയുണ്ട്. It's like a high school credit. So Nice. Okay. That's very interesting and new to me. Yeah. ഇവരെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ മലയാളിയാന്ന് പറയത്തില്ല അല്ലേ? You don't look like മലയാളി. The way they Yeah, the they way you carry. present, Yeah. അല്ല ഞാൻ അത് പറഞ്ഞപ്പോ ഞാൻ പ്രത്യേകത ശ്രദ്ധിക്കുന്നത് ഈവൻ നമ്മുടെ ഇതില് നമ്മുടെ ലീഡ് ക്യാരക്ടർ അതായത് ഇദ്ദേഹത്തിന്റെ ആക്ച്വൽ ഗ്രൗണ്ട് അപ്പ് ആയിട്ടുള്ള ആള് വിമോദട്ടന്റെ ക്യാരക്ടർ. അപ്പോൾ ഞാൻ വിമോദട്ടന്റെ ഭാഗങ്ങൾക്ക് ഫസ്റ്റ് ഷൂട്ട് ചെയ്തു, മൊത്തമല്ല മെയിൻ കുറെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു. അതിനുശേഷമാണ് ഇവന് വരുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ ബോഡി ലാംഗ്വേജും പുള്ളിയുടെ നോട്ട് ഓൺലി പുള്ളിയുടെ എന്നല്ല നമ്മുടെ മലയാളികളുടെ ബോഡി ലാംഗ്വേജും ഇവരുടെ ബോഡി ലാംഗ്വേജും ഭയങ്കര ഡിഫറൻസ് ആണ്. ഈവൻ അവർ സംസാരിക്കുമ്പോഴും അവരുടെ തലചിരിക്കുന്നതും കൈ കൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മളത് ശരിക്കും പറഞ്ഞാൽ നോട്ടീസ് ചെയ്യാൻ പറ്റും ഭയങ്കര എളുപ്പത്തില്. അപ്പൊ എനിക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആയത്. കാരണം നമ്മുടെ ക്യാരക്ടർ ആക്ച്വലി ഇവിടെ ജനിച്ചു വരുന്ന ക്യാരക്ടർ അല്ല, പക്ഷെ ഇവിടേക്ക് ബ്രോട്ടപ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവനത് അഭിനയിക്കുമ്പോ രണ്ടും നമുക്ക് ലൈക്ക് രണ്ട് കോറിലേറ്റ് ചെയ്ത് പോകണല്ലോ. കാരണം ഇതിൽ നിന്നാണല്ലോ അതിലേക്ക് എത്തേണ്ടത്. അപ്പൊ അതെനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബട്ട് നമുക്കത് മേഡപ്പ് ആയി. പിന്നീട് അത് പിന്നെ ഇവൻ പറഞ്ഞൊരു മെയിൻ കാര്യം പറയേണ്ടതാണ്. കാരണം ഫോളിങ് ഒരുപാട് വട്ടം മഞ്ഞിൽ വീഴണ ഒരു പരിപാടി അത് എനിക്ക് തോന്നുന്നൊരു ഹൗ മെനി ടൈംസ് ഡിഡ് വി ഷൂട്ട്? I mean, how many days did we shoot? Days? I think it was 2 or 3. 2 or 3 days. For the skateboarding, it was all 1 day. And no, it was 2 days for skateboarding because I remember we had to reshoot something. And then for the snowboarding one, it was either it was 2 days because I remember one was with him? Apu, and then second. I think it's first one 3 was- days. You both 1 day, Was then same you thing? came for 1 day, and you did with Robinson, remember? And reshoot. Yeah, the then I skate- wasn't yeah. there. ഓ റോബിൻസൺ നമ്മുടെ വീഡിയോഗ്രാഫി ചെയ്തത് Robinson റോബിൻസൺ ആയിട്ട് cinematography മൊത്തം ചെയ്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി. Yeah. എനിക്ക് തോന്നുന്നു മൊത്തം in total you might have gone 5 days, right? At least. Yeah, I thought it would be a lot. അതിൽ ഓരോ ഒട്ടും വലിയ മഞ്ഞത്ത് വീടാൻ മതി. But at the end of the day, he learned to enjoy that. That's why he became a filmmaker, I believe. സത്യം പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ട് അല്ലേ? നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ സക്സസ് പാർട്ടി ഇത് സക്സസ്ഫുള്ളി ഇത് ആയിട്ടാകുമ്പോൾ നമ്മൾക്കൊരു വലിയ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഒരു ദിവസം ഫേസ് ഓഫ് ദി വീക്കിൽ Absolutely. Next week we'll come to know about it. Next week. എന്നാണ് ഫിലിം വരുന്നത്? ഈ വീക്കെൻഡിലാണ് വരുന്നത്. ഫ്രൈഡേസ് ആയിട്ടാണ് നമ്മുടെ വരുന്നത്. 30th ഫ്രൈഡേയിലാണ് വരുന്നത്. അത് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും എന്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരോടും പറയണം. ബിക്കോസ് ഐ നീഡ് ടു ടോക്ക് ടു ദം. ഈ പറഞ്ഞൊരു സക്സസ് പാർട്ടി നമുക്ക് വെക്കണം എന്ന് പറയാനായിട്ട് ഞാനതിൽ പറയേണ്ടതാണ്. ബിക്കോസ് രഞ്ജു ഘോഷി അറിയാവുന്ന എല്ലാവർക്കും മോർഗേജ് ഏജന്റ് ആണ്. സോ ഹി ഹാസ് ഹെൽപ്ഡ് അസ് എ ലോട്ട്. അതുപോലെ തന്നെ ജെബിൻ ജോർജ്, ഹീസ് എ റിയൽട്ടർ. അപ്പൊ ഇവർ രണ്ടുപേര് നമ്മുടെ വളരെ ബിഗിനിങ് സ്റ്റേജ് തൊട്ടിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ലൈക്ക് ഒരു റിഗ്രറ്റോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളിത് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. അതിന് റിഗ്രറ്റ് വേണ്ട, നല്ലത് വരാൻ നമുക്ക് ടൈം വേണം. പറയുമ്പോ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്നിരുന്നാൽ കൂടിയും സോ അതിന് ടൈം എടുത്തു. എന്നിട്ട് കൂടിയും സോ അവര് നമ്മുടെ കൂടെ നിന്നു. നമുക്കത് ഭയങ്കര ഇമോഷണൽ സപ്പോർട്ടോട്ട് അവർ നമ്മുടെ കൂടെ നിന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. സോ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അവർ രണ്ടുപേരോടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വർക്കുകളിൽ എല്ലാവരും ഞാൻ ഒന്നുകൂടി ക്രൂവിനെ കുറിച്ച് പറയാത്തുണ്ടെങ്കിൽ റോബിൻസൺ അവരാണ് നമ്മുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബ്ലൂ മൂൺ എന്റർടൈൻമെന്റ് ബ്ലൂ മൂൺ പ്രൊഡക്ഷൻസിന്റെ BSc തന്നെ അജീഷ് ചേട്ടനെ എനിക്ക് കാലങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. അജീഷ് ചേട്ടനായിട്ട് കാരണം ഞങ്ങൾ ബ്ലൂ മൂൺ പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് 7 വർഷത്തോളം തോന്നുന്നു. ഉടനടി തന്നെ അജീഷ് ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എല്ലാം ഒരു നീളമയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് മഗ് എന്ന് പറഞ്ഞിട്ടൊരു
ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു മൈക്രോ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയാം, കാരണം 1 minute ഷോർട്ട് ഫിലിം ആയിരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്ത് BSc-യിലാണ് ഫസ്റ്റ് അതിന്റെ റിലീസ് ചെയ്യുന്നായിരുന്നു. അപ്പൊ ഞാൻ 9 ദിവസം വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ബാനർ പോലെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പോലെ അതിനെന്താ നമുക്ക് ചെയ്യാൻ എപ്പോഴും മോഹൻലാലിലേക്ക് ഒരു മോഹൻലാലുണ്ട്. അജീഷേട്ടൻ പറഞ്ഞു എടാ ഇപ്പൊ എല്ലാം നിങ്ങൾ ബ്ലൂ മൂൺ, നമ്മുടെ ബ്ലൂ സഫയർ, പിന്നെ ആ സമയത്ത് 1-2 ബ്ലൂ വെച്ചിട്ടൊരു പേരുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം നീളമയാണ്. ഇരിക്കട്ടെ അജയ് ചേട്ടന് അജയ് ചേട്ടാ. സോ പറഞ്ഞു വെച്ചപ്പോ റോബിൻസൺ ആണ് നമ്മുടെ സിനിമറ്റോഗ്രാഫിയിൽ വരുന്നത് മെയിൻലി. റോബിൻസൺ ഇപ്പോ നന്നായിട്ട് എന്താ പറയാ ഒത്തിരി നമ്മുടെ അമൃത സുരേഷ് ഒക്കെ ഇവിടെ ഒരു അവനാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ കുറെ പേര് നല്ല സെലിബ്രിറ്റീസ് കൊണ്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ നാട്ടിലായിരുന്നപ്പോഴും ഒരുപാട് നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. റോബിൻസൺ സ്റ്റാർട്ടഡ് മേ ബി 8 വർഷം മുമ്പ് റോബിൻസൺ ഞങ്ങളുടെ ഫസ്റ്റ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് അല്ല, 2ാമത്തെ വർക്കിലോട്ടാണ് റോബിൻസൺ നമ്മുടെ ഫസ്റ്റ് ഇത് ചെയ്യുന്നത്. ഒരുപാട് പേരുടെ കൂടെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളത്, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ഇവിടെ ഒരു ടൊറന്റോയുടെ ഒരു മല്ലു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഭയങ്കര സ്ട്രോങ് ഒരു സിനിമ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ, ഒരു കൾച്ചർ ഉണ്ട്. അതായത് മറ്റ് നമ്മൾ ഈ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു, ഇപ്പോൾ ഓസ്ട്രേലിയ, അയർലാൻഡ് അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പഠിപ്പിലേക്ക് അല്ലെങ്കിൽ ലൈഫിന്റെ നമ്മൾ പറയില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിനിടയിൽ നമ്മുടെ പാഷനും നമ്മുടെ താല്പര്യങ്ങളും പൊളിച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാന്ന് ചില കാര്യമല്ല. ഇവിടെ പലരും അത് ചെയ്യുന്നുണ്ട്, അത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പേര് ഇവിടെ അത് ഇപ്പോ നമ്മുടെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള വൈഷ്ണവി, ക്രിസ്ത്യൻ ഒരുപാട് ദൂരം പോയി അല്ലെ സിനിമ വരെ എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല. സോ അതുപോലെ എല്ലാവരും ഇപ്പൊ യഹിയ പറയാവുന്ന യഹീൻ നമ്മുടെ വർക്കിൽ തന്നെ ഫസ്റ്റ് തുടങ്ങിയത്. ഇപ്പൊ ദുബായിൽ വളരെ മികച്ച ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് വീഡിയോഗ്രാഫി പരിപാടികളിലൊക്കെ ആയിട്ട്. സോ എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മുടെ ഒരു താല്പര്യം ഉണ്ട് എങ്കിൽ നമുക്ക് പല കാര്യങ്ങളോട് ചെയ്യാൻ സാധിക്കും. സത്യം, പണ്ട് കാനഡയിൽ വന്ന ചുമ്മാ എല്ലാവരും പഠിക്കുക, ജോലി ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാവരും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുൻനിരയിൽ വരുന്നുണ്ട് എല്ലാവരും. ഇപ്പൊ തന്നെ നോക്കി കഴിഞ്ഞാൽ ലൈനപ്പിൽ ഒരു ഇഷ്ടംപോലെ മൂവീസിൽ വരാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഇവിടെ ഒരുപാട് നല്ല ഡയറക്ടർ എന്നൊക്കെ പറയുന്നുള്ള കുറച്ച് പേര് ഇവിടെ ഉണ്ട്, ക്രിസ്റ്റി അങ്ങനെ വരുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയും ആരായിരിക്കും ഫസ്റ്റ് മൂവി ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. അത് ചില്ലറക്കാരിൽ അത് ഇപ്പോഴും ടോപ്പ് വരുന്നതാണ് നമുക്കൊരു. കാരണം ഇവഞ്ച്വലി ഞങ്ങള് അക്ഷയ്, ക്രിസ്റ്റി ഇവരൊക്കെ ഒരുമിച്ച് തുടങ്ങിയിട്ടുള്ളതാണ്. പറഞ്ഞാല് എനിക്ക് ഞങ്ങൾ വന്ന സമയത്ത് അധികം വർക്കുകൾ അങ്ങനെ ചെയ്തിരുന്നില്ല. ഞങ്ങളായിരുന്നു സത്യം പറഞ്ഞ ഫസ്റ്റ് വർക്കുകൾ ചെയ്ത് തുടങ്ങിയത്. ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, മാജിക് മിസ്റ്റ് ആണ് അവർ ചെയ്യുന്ന ബാനർ. അപ്പോ ഞങ്ങൾ വന്നു തൊട്ടാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് പേര് പലരായിട്ടും ഈ പറയുന്ന പോലെ ഇപ്പൊ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള പല പിള്ളേരും ഇവിടെ വന്നിട്ട് ഈവൻ സിനിമയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള പലരും ഇവിടെ വന്നിട്ട് പല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ അവര് കാണുമ്പോൾ ഇപ്പോഴും ഒരു ആകാംക്ഷയാണ്, ലൈക്ക് വൺ ഡേ വി ഷുഡ് മേക്ക് വി ഷുഡ് ക്രാക്ക് ഒരു സിനിമ എന്ന് പറയുന്ന സാധനം ഇവിടെ നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റണം. അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ടൊറന്റോ ഫിലിം സ്കൂളിൽ തന്നെ പഠിച്ച് പുറത്തുനിന്ന് ഫിലിം പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുണ്ട്. അതല്ലാതെ ഫുൾ ഫ്ലെഡ്ജ് ഫിലിമിൽ എക്സ്പീരിയൻസ് ഉള്ള അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. സോ ഇറ്റ്സ് ദേർ, ഇറ്റ്സ് തൊട്ടടുത്ത് നമുക്ക് സംഭവിക്കാവുന്ന കാര്യമാണ്. budding talents as well, right? Even from Toronto Film. Yeah. We are all looking forward for your work. അവനെ കണ്ണാടിയുമ്പോ ഒരു ഇരിപ്പും കണ്ടാൽ അറിയാം അവൻ എന്തൊക്കെയോ ഒരു കഴിവുണ്ട്. You look so intellectual, deep. Maybe future. Right, yeah. Have you seen any Malayalam films? Seen, yeah, because my dad likes to watch a lot. Okay. But I stick to a lot of English because that's the only thing I know. What kind of films that you like? I like a lot of story based, like because a lot of action ones. It's very cool to see the scenes and all the the stunts and all. But I want to learn storytelling myself, so I like to watch really good storytelling films to get inspiration. Wow. Okay. So Malayalam film is the best place to explore, I believe.
age? I'm turned 19 in March. Oh, okay. നമ്മളൊക്കെ ചാവേണ്ട സമയം 90s kids ഒക്കെ ഇപ്പോഴും അലമ്പടിച്ച് നടക്കുമ്പോ അതാണ് 2K kids. And he's also very mature too, right? Okay. Thank you. You should say that we also are, yeah. Yeah, they're all mature too. Really? If you look so, then we're good. Looking for your next ride? At James Auto Group, we've got over 1,000 plus cars in stock. Brand new and quality pre-owned vehicles for every budget. Choose from Oakville Mitsubishi, Stratford Nissan, Stratford Kia, Mississauga Chrysler, the London Used Car Superstore, and the Mississauga Used Car Superstore. Your dream car is waiting. SUVs, sedans, trucks, and sports cars. Whatever you're after, James Auto Group brings you the selection, value, and service you can trust. Why wait? Drive your dream today with James Auto Group, where your journey begins. Visit us online at jamesauto.ca. അപ്പൊ എന്തായാലും നമ്മള് കൂടുതൽ വിശേഷങ്ങളൊക്കെ കേട്ടറിഞ്ഞൂല്ലോ. പിള്ളേരൊക്കെ പൊളിയല്ലേ. എന്തായാലും എനർജി, ഞാൻ പറഞ്ഞ പോലെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് കേട്ടോ നിങ്ങളുടേത്. അത് മാത്രല്ല, ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ടേക്ക് കിടക്കാം. എക്കോസ് ഇൻ ദ മാർജിൻ എന്ന ഷോർട്ട് ഫിലിമിലേക്ക് ചെറിൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയിലേക്ക് എത്തിയത്, എന്നാണ് ഇതിന്റെ പ്രോപ്പർ ലോഞ്ച്, ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്, സോ അതിന്റെ ഒക്കെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമോ? അല്ല, എക്കോസ് ഇൻ ദ മാർജിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം ഈവൻ മിഥുൻ അറിയാം, മിഥുൻ പറഞ്ഞ സമയത്ത് ഇറ്റ് വാസ് ഇൻ എക്കോസ് ഇൻ ദ മാർജിൻ. It was a different title. നമുക്കൊരു ഡിഫറെന്റ് ടൈറ്റിൽ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ഈ വർക്കിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇത് വർക്ക് ഇപ്പൊ അത് വിട്ടാന്നുള്ള ഒരു ചോദ്യം ഫസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അപ്പൊ മാഗ്നം ഓപ്പസ് എന്നായിരുന്നു അതിന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു. മാഗ്നം ഓപ്പസ്. ഓക്കേ. ലൈക്ക് ഇന്നിപ്പോ പലർക്കും അറിയാവുന്ന നല്ല ഫെമിലിയർ ആയിട്ടുള്ള വേർഡായിട്ട് മാറിയിട്ടുണ്ട്. അറിയാം, ഇറ്റാലിയൻ വേർഡ് ആയിരുന്നു. അത് ഇംഗ്ലീഷിലേക്കൊക്കെ വന്നു. ഇപ്പൊ ലൈക്ക് നമ്മൾ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കിലൊക്കെ അത് ഭയങ്കരമായിട്ട് പരാമർശിച്ചിട്ടൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. ഒരാളുടെ മാസ്റ്റർ പീസ് വർക്ക് എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടായത് എക്സാക്ട്ലി ആ ഒരു മീനിങ് ആയിരുന്നില്ല അന്ന് നമ്മൾ എടുത്തപ്പോ. ലൈക്ക് ഞാൻ എളുപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരാളൊരു പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുന്നു. അയാളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റേജിലേക്ക് കയറുമ്പോ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യണോ, ഞാൻ എന്റെ ശബ്ദം ഇപ്പൊ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ എന്ത് പറയും, ചിലപ്പോൾ ആൾക്കാർ പോവോ, വേറെ കല്ലെടുത്തോറിയോ എന്നൊക്കെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും ഇല്ലേ. അത് സെയിം ടൈം നമ്മുടെ മനസ്സിലേക്ക് ഒരു സൗണ്ട് വരും, ഇത് ലാസ്റ്റ് ചാൻസ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോ നടക്കുന്നില്ല. സോ ദിസ് ഇസ് യുവർ ചാൻസ്, കമോൺ പുഷ് ചെയ്യാനുള്ള ഒരു സാധനം ആയിരിക്കും ഇല്ലേ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ രണ്ട് സാധനങ്ങൾ ഇപ്പോഴും കയറും. ഏത് സാധനം കയറുന്നോ അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും. നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വരും. സോ ഈ ഒരു സാധനം നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. അപ്പൊ ഇതിനെ അതിജീവിച്ചുകൊണ്ട് വേണം എപ്പോഴും നമ്മുടെ ലൈഫിലെ ഒരു സാധനം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ വരുമ്പോ ഈ മാഗ്നം ഓപ്പസ് നടത്തി ഒരാൾ അയാളുടെ മാസ്റ്റർ പീസ് വർക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതിനിടയിൽ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. സോ അയാൾ അതിനെങ്ങനെയായിരിക്കും എന്താ പറയാ, അതിനെങ്ങനെയായിരിക്കും അതിനെ നേരിടാൻ പോകുന്നത്, ഫേസ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് നോക്കാം ആ മാഗ്നം ഓപ്പസ് എന്ന് പറയുന്ന ഒരു തീം നമുക്ക് കൊണ്ടുവരാം. ലൈക്ക് അത് ഭയങ്കരമായിട്ട് അത് ഫിറ്റ് ആവുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പൊ അങ്ങനെ വന്നു. ദെൻ നമ്മള് അതിനുശേഷം വന്നപ്പോ അപ്പൊ അന്ന് വീടിന് ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ 4 വർഷത്തിന്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അന്ന് നമുക്കിത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം എല്ലാവർക്കും. ലൈക്ക് നമ്മുടെ പ്രൊഫിൽ ആണ് ഇതിന്റെ നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെല്ലാവരും കൂടി പറഞ്ഞപ്പോ ഓക്കെ നല്ല വർക്കാണ് നമുക്ക്. അപ്പൊ നമ്മുടെ ആക്ച്വലി നമ്മൾ ടീസർ ചെയ്തിരുന്നു. നമ്മൾ ടീസർ ഒന്ന് ഇറക്കിയിരുന്നു. നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ഒരു OTT പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടീസർ ഫസ്റ്റ് വർക്കുകൾ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്തപ്പോൾ ഇത് കൊടുത്തിന് അപ്പോൾ ദേ ആർ ഓക്കെ ടു ടേക്ക് ഇറ്റ് എന്ന രീതിയിൽ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫൈനൽ ഔട്ടായിട്ട് വരും എന്നുള്ളതായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പൊ അതങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ പക്ഷേ അത് ടൈം എടുത്തു. എന്തുകൊണ്ട് തന്നെ നമുക്ക് ഈ മാഗ്നോപ്പസ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരു ഫ്രഷ്നെസ് കൂടി നഷ്ടപ്പെട്ട പോലെ തോന്നി. നമുക്ക് മറ്റൊരു വർക്കിലേക്ക് എത്താം, എന്റെ ചെയ്യാമെന്നിരുന്നു. അങ്ങനെയാണ് വീണ്ടും നമ്മൾ ആലോചിച്ചപ്പോഴാണ് എക്കോസ് ഇൻ ദ മാർജിൻ എന്ന് പറയുന്ന വീട്ടിലേക്ക് നമ്മൾ വരുന്നത്. പിന്നെ അത് മാത്രല്ല, പറയേണ്ട ഒരു കാര്യം 4 years എന്ന് പറഞ്ഞല്ലോ. ആ ഒരു 4 years ഒരു ഷോർട്ട് പീരീഡേ അല്ല. അതായത് നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതൊരു പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാൾ അതിന്റെ പിന്നിൽ നിന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും പോസിബിൾ ആവില്ല. കാരണം ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദാറ്റ് 4 years, റൈറ്റ്? ആ ഒരു കഥ ആ ഒരു ടീമിനെ പിടിച്ചുകൊണ്ട് നിർത്തി ഈ ഒരു 4 yearsൽ അത് കംപ്ലീറ്റ് ചെയ്തു. അതിനൊരു സംശയമില്ല. ഞാൻ മുമ്പ് ജെറിന്റെ അടുത്ത് തന്നെ പറയണ്ടായിരുന്നു. അതായത് ഞാൻ ഈ നടക്കാതെ പോയ കുറെ പ്രൊജക്ട്സിന്റെ ഭാഗമായിട്ടുണ്ട്. 2 ദിവസം ഷൂട്ട് ചെയ്ത് പിന്നെ അത് വർക്ക് ആവില്ല, പിന്നെ 3-ാമത്തെ ദിവസം. ബിക്കോസ് ഇതിന് പറഞ്ഞ പോലെ ആൾ
ആളുകളെ പുറകെ പോയി അത് വീണ്ടും റീ അറേഞ്ച് ചെയ്ത് അവരെ വീണ്ടും ഇത് കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ് അറ്റ് ഓൾ. അപ്പം നടക്കാതെ പോയ പ്രൊജക്ട്സിന്റെ ലിസ്റ്റാണ് എനിക്ക് ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതലുള്ളത്. ബട്ട് അപ്പൊ എനിക്ക് ഇത്രയും വർഷത്തിന്റെ ലോങ് കമ്മിറ്റ്മെന്റ് ഇതിനോട്ട് കാണിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അറ്റ് ഓൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ബാക്ക് ടു എക്കോസ് ഇൻ ദ മാർജിൻ എന്ന് പറഞ്ഞ ടൈറ്റിലിന് ഒരു റീസൺ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഐ തിങ്ക് ഓഡിയൻസ് ഓൾസോ വുഡ് ലവ് ടു ഹിയർ അബൌട്ട് ഇറ്റ് എനിക്ക് തോന്നുന്നു. Echoes in the margin, it's a phrase, ഒരു ഇംഗ്ലീഷ് ഫ്രേസ് ആണ് ബേസിക്കലി. Echoes in the margin നമ്മുടെ പുറത്തു വിട്ടുള്ള പല പ്രൊമോഷണൽ വർക്ക് അനുസരിച്ചിട്ട് റിവീൽഡ് ആണ്. നമ്മുടെ ക്യാരക്ടർ ഒരു റൈറ്ററാണ്. സോ അയാള് റൈറ്റർ എന്ന രീതിയിൽ അയാളുടെ ഒരു ആസ്പെക്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. എക്കോസിന്റെ മാർജിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒബിയസ്ലി നമ്മൾ പണ്ടത്തേക്ക് ഓർമ്മയില്ല, നമ്മൾ ബ്ലാങ്ക് പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിന് ആദ്യമായിട്ട് മാർജിൻ വരയ്ക്കാൻ പരിപാടിയാണ് അല്ലെ. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് കുറെ സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ കുത്തിക്കുറിക്കാവുന്ന, അതാണ് ബേസിക് വേർഡ്, കുത്തിക്കുറിക്കുന്ന കുറെ സാധനങ്ങൾ ഈ മാർജിൻ അത് നമ്മൾ എഴുതി വെക്കും ഇല്ലേ. അതിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും. കാരണം വലിയ ഐഡിയയുടെ ചെറിയൊരു ഇതായിരിക്കും നമ്മൾ കുത്തി കുറിച്ച് വെച്ചിട്ടുണ്ടാവും. അത്തരത്തിൽ ഒരുപാട് ഷോർട്ട് സാധനങ്ങൾ നമ്മൾ അതിനുള്ള എടുക്കുന്നതായിരിക്കും. പക്ഷെ അതിൽ ചിലത് ഒരു പക്ഷെ ഒരു 100% നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു 10% നമ്മൾ സ്റ്റോറിയിലേക്ക് എത്തുന്നതായിരിക്കും. സ്റ്റിൽ 90% അവർ റിമൈൻഡ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരിക്കും. സോ അത് അവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഗതികെട്ട ആത്മാവ് പോലെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ എക്കോ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തൊക്കെ തോട്ട്സ് ആയാലും നമ്മളൊക്കെ ബുക്കില് പണ്ട് മാർജിൻ വരച്ചിരുന്നപ്പോ ഒരു മാർജിനിൽ ഇത്രയും വലിയ കഥ. Being a filmmaker and a writer himself, അതുകൊണ്ട് തന്നെയായിരിക്കും it make more sense to him. And as you mentioned, ഈ ഫിലിം ഭയങ്കര ഡീപ്പർ ആവുന്നതും ഇത്തരം ഒരു തോട്ട് പ്രോസസിന്റെ പുറകിൽ നിന്നുകൊണ്ട് സിനിമ വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. സോ ഇറ്റ്സ് എ വെരി ഡീപ് film for sure. അല്ലാതെ ഞാൻ ഉണ്ടാക്കി കഥയല്ല, അത് ഫ്രേസ് ഞാൻ പറഞ്ഞില്ല, അതൊരു ഫ്രേസ് ആണ് എക്കോസ് ഇൻ ദ മാർജിൻ. സോ അതാണ് ബേസിക്കലി അത്. ലൈക്ക് അപ്പൊ എപ്പോഴും നമ്മള് ആരോ പറഞ്ഞ പോലെ ശ്രീനിവാസന്റെ ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ, ഞാൻ ചെയ്യാതിരുന്ന ഞാൻ മലയാള സിനിമയ്ക്ക് ഇത് ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരുപാട് പേര് ഇപ്പൊ നേരത്തെ ഇതും പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാത്ത സിനിമകളാണ് എന്റെയും കോൺട്രിബ്യൂഷൻ അതാണ് ചെയ്യാതിരുന്നിട്ടുണ്ട്. സത്യം ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്തിട്ട്, പക്ഷെ അത് എന്താ ചെയ്യല്ലേ, ഫൈനലി ഇറ്റ്സ് എ പ്രൊഡക്റ്റ്. നമ്മളത് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് അറിയുന്നുള്ളൂ. എപ്പോഴും ഹിസ്റ്ററീസ് ഒക്കെ അങ്ങനെയാണല്ലോ എന്ത് സാധനവും നമുക്ക്. കാരണം അതങ്ങനെയാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് സാധനം പുറത്തേക്ക് ഇറക്കിയെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് ഇറക്കിയ ആളെയും പ്രൊഡക്റ്റിനെയും അറിയത്തുള്ളൂ. അത് ഇറക്കിയില്ല, അയാൾ ഭയങ്കരമായിട്ട് കാർബണിക്ക് ഇത് 500 വർഷത്തോളം അതിൽ വർക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടും അല്ല. പക്ഷെ ഇപ്പം ഈ ഒരു കുറച്ച് സമയം നമ്മൾ എക്കോസ് ഇൻ ദ മാർജിൻ പറഞ്ഞ് ലൈക്ക് ഐ എം സോ എക്സൈറ്റഡ്. ലൈക്ക് ഓക്കെ എന്തായിരിക്കും ആ കഥ, എങ്ങനെയായിരിക്കും ആ മൂവി, എസ്പെഷ്യലി ഇവരൊക്കെ എങ്ങനെയായിരിക്കും അതില് ഒരു 4 years ബാക്കിൽ ഇവരൊക്കെ കൂടുതൽ കണ്ടറിയാൻ വേണ്ടിയിട്ട്. ഐ എം സോ എക്സൈറ്റഡ്. എനിക്കറിയാം നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. സോ എല്ലാവരും വാച്ച് ചെയ്യണം. ഏതൊക്കെ പ്ലാറ്റ്ഫോം ആണെന്ന് പറയും. നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ OTT എന്ന് പറയുന്നത് നമ്മളിപ്പോഴും അത് കിടക്കുന്ന ലൈനപ്പിൽ കിടക്കുന്ന ഒരു വിഷയമാണത്. പക്ഷെ നമ്മളത് നേരിട്ട് OTTയിലേക്ക് പോകുന്നില്ല എന്നാണ് നമ്മളിപ്പോ ഹോൾ ടീം എടുത്തുള്ള ഡിസിഷൻ. നമ്മൾ ഫസ്റ്റില് നമ്മുടെ തന്നെ ബ്ലൂ മൂണിന്റെ ചാനലിൽ ഫസ്റ്റ് റിലീസ് ചെയ്യാം എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇത്. സോ ദിസ് കമ്മിങ് ഫ്രൈഡേ 30th നമ്മളത് റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മള് എക്സാക്ട് ടൈം എന്ന് പറയുന്നില്ല, 6 to 8 ആ ഒരു ടൈം പീരീഡിലായിരിക്കും നമ്മളത് റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് കിടക്കും. ഇനീഷ്യൽ ഈ ടൈം ഭയങ്കര ക്രൂഷ്യൽ ആണ് ഫോർ എനി കോണ്ടന്റ് ടു ബി ലൈക്ക് വൈഡർ ഓഡിയൻസിലേക്ക് എത്തുക എന്ന് പറയുന്ന സാധനത്തിൽ. സോ ദാറ്റ്സ് വെയർ ഐ തിങ്ക് BSC ഓഡിയൻസിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ടും. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. 30th January മാർക്ക് യു കലണ്ടർ. ടൈം ബിറ്റ്വീൻ 6 to 8 PM നമ്മൾ വാച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എക്കോസ് ഇൻ ദ മാർജിൻ എന്താണ് ഇവര് നമ്മൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട്. I know you guys are also excited. BSC Malayalam TV watch ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നു, stay tuned and let's get waiting for that. And then date 30th. Yeah, 30th January. Okay? Yeah. Thank you, Navya. പിന്നെ അത് മാത്രമല്ല, സ്പെഷ്യൽ മെൻഷൻ നമ്മൾ മറക്കരുത്, നമ്മുടെ സ്പോൺസേഴ്സ് അല്ലേ. സോ സ്പോൺസേഴ്സ് ആയ ജെബിൻ ജോർജ് ആൻഡ് രഞ്ജു കോശി. അല്ലേ, രണ്ടുപേരും ഇവിടെ ടൊറന്റോയിൽ എല്ലാവർക്കും അറിയാവുന്ന. അതെ. ഇപ്പൊ നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ കാണുവാണെങ്കിൽ ജെറിൻ ആൻഡ് അവർ ഒത്തിരി സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. സ്പോൺസേഴ്സ് മീറ്റപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ഇൻസ്റ്റാഗ്രാമില്. നമ്മളത് ലൈക്ക് എപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. നമ്മളെ വിചാരിച്ച ഒരു കാര്യം ചെയ്യാൻ നമുക്ക്
എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന പരിപാടി എന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ സ്പോൺസേഴ്സ് മീറ്റപ്പ്, നമ്മൾ 2 സ്പോൺസേഴ്സും പിന്നെ ഇതിന്റെ പുറകെ രീതിയിൽ ഞാൻ ഇരുന്നിട്ട് നമ്മൾ ഇതിന്റെ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനിടയിൽ ബിക്കോസ് ദേ നോ ലൈക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളതും എനിക്ക് പറയാൻ പറ്റും, ദെൻ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള അവർക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ അവസാനം നമ്മൾ ഇരുന്നിട്ട് ഈ വർക്ക് കാണുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന രീതിയിൽ അറിയത്തില്ല വരട്ടെ. സോ ആ ഒരു രീതിയിൽ നമുക്ക് സ്പോൺസേഴ്സ് മീറ്റ് എന്നിട്ട് നമ്മൾ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഈ പറഞ്ഞ സക്സസ് പാർട്ടി ഒക്കെ നടന്നു. ഇപ്പഴേ നിങ്ങളെ എവിടെ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ ആഹാ റേഡിയോ, മധുരഗീതം, ഇവിടെ ഒക്കെ നിങ്ങൾ ഒത്തിരി ഇന്റർവ്യൂസ് പോകുന്നുണ്ടല്ലോ. ഇപ്പം ഇന്റർവ്യൂസിലൊക്കെ പിന്നല്ല. I mean, that is also really important. നമ്മൾ വർക്ക് ചെയ്യാതെ ഒപ്പം തന്നെയുള്ള കാര്യമാണ് പ്രൊമോഷൻസ് is going all way. എല്ലാ രീതിയിലും അതിന്റെ പ്രൊമോഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇല്ല, അത് പ്രത്യേകം എടുത്ത് പറയണം. എസ്പെഷ്യലി ഞാൻ ഭയങ്കര കാര്യത്തിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ളതാണ്. എന്റെ ടീമിലത്തെ എല്ലാവരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ആണ് എല്ലാ കാര്യത്തിലും. നമ്മൾ അഭിനയിക്കുന്നത് ലൈക്ക് എനിക്ക് ഒരുപാട് വർക്കിനെ കുറിച്ചിട്ട് പറയാൻ എനിക്ക് മുമ്പേ താല്പര്യമില്ല. എന്ത് താല്പര്യം ഞാൻ പറയാം. ഒരുപാട് പേര് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ഡാരിസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോ എനിക്ക് മഞ്ഞൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. എല്ലാവർക്കും അങ്ങനെ വിചാരിക്കുന്നു. എന്നിട്ടും നല്ല മഞ്ഞുള്ള സമയത്ത്, സ്നോ സ്റ്റോമുള്ള സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവന്റ് മഞ്ഞത്ത് ചെറിയൊരു പൊക്ക പോലത്തെ ഒരു സംവിധാനത്തിൽ ഇങ്ങനെ വീടുന്ന, അതായത് സ്നോ ബോർഡ് വന്നിട്ട് അതിന് വീട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹി വാസ് എനിക്ക് ഒരു വട്ടം വീടും 2 വട്ടം വീടും 3ാമത് ഞാൻ ഇനി ചെയ്യണോ എന്നുള്ളത് ലൈക്ക് ഹി വാസ് ഓൺലി 15 or 14 right that time. I mean but he was okay. എത്ര താഴത്തേക്ക് വേണ്ടി പോവാം എന്ന രീതിയിൽ എനിക്കറിയാം. മനസ്സിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കായിരിക്കും. എന്നിരുന്നാൽ കൂടിയും ബട്ട് ഹി വാസ് ഓൾവേസ് റെഡി ഫോർ എനിത്തിങ്. ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു നമ്മുടെ വർക്കിൽ. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും വരുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ആരും നമ്മുടെ കയ്യിൽ പെയ്ഡ് ആയിട്ടുള്ള ആളുകളല്ല. പക്ഷെ എല്ലാവരും അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ്, അവരുടെ പാഷൻ, ആഗ്രഹത്തിന് പുറത്ത് വരുന്നു. ഞാനതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ആ കാര്യത്തിൽ. എല്ലാവരും പറയണം. ഇപ്പോൾ ഈവൺ വൈഷ്ണവിയുടെ എനിക്ക് പറയുന്ന എല്ലാവരും പറയണം, വൈഷ്ണവിയുടെ പേര് ഞാൻ ഒരു പൊടിക്ക് എടുത്ത് പറയും. ബിക്കോസ് അത് നിങ്ങൾ കാണാൻ മനസ്സിലാവും. ബിക്കോസ് ഷീ റിയലി ഹാസ് ആക്ടഡ് ഒബ്വിയസ്ലി, പ്ലസ് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നില്ല എല്ലാ ആക്ടേഴ്സും ലൈക്ക് ഈവൻ ഞാൻ ആക്ട്രസ് എന്നുള്ള രീതിയിലല്ല, ആക്ടേഴ്സ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്. അവള് ഭയങ്കരമായിട്ട് ഇതിനു മുമ്പ് ഞങ്ങളൊരു ഇതേപോലെ ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നപ്പോൾ അവള് ഭയങ്കരമായിട്ട് അത് പറയുന്നു. ആക്ച്വലി അവൾക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ആൾ കാണും മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. പിന്നെ വിമോദേട്ടൻ എപ്പോഴും വിമോദേട്ടൻ തന്നെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് വർക്ക്, ഞങ്ങളുടെ ഒരു വർക്കിലാണ് പുള്ളിക്കാരൻ വന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു പുള്ളിക്കാരനെ കിട്ടിയത്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വർക്ക് എനിക്കൊരു ജോണർ, ഇന്നതാണ് ജോണർ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ച ജോണർ ഇതാണ്, പക്ഷെ കാണുന്നവർക്ക് മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന ജോണറാണ് എനിക്ക് പറയാൻ താല്പര്യമില്ല. കാണുന്നവന്റെ കണ്ണിലാണ് അതിരിക്കുന്നത്, അത് അവന്റെ കാഴ്ചയാണ്. എനിക്ക് അതിലിടപെടാൻ താല്പര്യമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ത്രില്ലർ എലമെന്റ്സ് നമുക്ക് വരണമെന്നുണ്ടായിരുന്നു. ബേസിക്കലി ഞാനൊരു ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ രീതിയിലൊക്കെ ഒരു ഡ്രാമ എന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് വിമോദേട്ടൻ ആ ഒരു ഡ്രാമ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഡബിങ് എപ്പോഴും ആവശ്യമുണ്ട്. ലൈക്ക് വോയിസ് ഭയങ്കരമായിട്ട് മോഡുലേറ്റ് ചെയ്ത് ചിലപ്പോൾ വളരെ ബേസ് വോയിസ് ആയിട്ട് വരുന്നവരും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹൈ പിച്ച് വരുന്ന ടൈപ്പ്, ലൈക്ക് ഒരാൾ അവർ കുളിക്കുമ്പോൾ ലൈക്ക് അങ്ങനെ ശബ്ദം വരുമ്പോൾ ആ ഒരു ശബ്ദം വരണം. അപ്പൊ അതിനൊക്കെ പറ്റിയ ആൾക്കാർ വരിക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇതായിരുന്നു. സോ അവർ റെഡി ആയിരുന്നു. ഈ പറയുന്ന ആക്ടേഴ്സ് നമുക്ക് കിട്ടി, വളരെ എളുപ്പത്തിൽ കിട്ടി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എളുപ്പത്തിൽ ഒപ്പിച്ചു എന്ന് ഞാൻ പറയും. പക്ഷെ അവര് സെറ്റ് ചെയ്ത് തന്നു. ഈ പറഞ്ഞ ഇതിനെ പോലെയുള്ള മറ്റു ആൾക്കാർ വരുന്നു നമുക്ക് പോസിബിൾ ആക്കി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ് BSC മലയാളം TV ഫേസ് ഓഫ് ദ വീക്ക് പോഡ്കാസ്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു കൈൻഡ് ഓഫ് പോഡ്കാസ്റ്റ് എന്നുള്ളത് ഞാൻ മറന്നിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു നമ്മള് വീട്ടിൽ സംസാരിക്കില്ല ആ ഒരു കൈൻഡ് ഓഫ് വൈബ് ആയിരുന്നു എനിക്കിവിടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങളെയും ഭയങ്കര ഒരു ഇന്റർവ്യൂ എന്നൊരു ഫീൽ ഒന്നും ഉണ്ടാക്കാതെ ഞങ്ങൾ ഇങ്ങനെ കാഷ്വൽ ഇരുന്ന് വർത്താനം പറയുന്ന ലെവലിലേക്ക് ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആക്കിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. അത് പറയുന്നത് ഇപ്പൊ ഡാരിസും അതിലെന്തായാലും സംസാരിക്കും, മലയാളം സംസാരിക്കും. പക്ഷെ എന്നോട് ഡാരിസ് ആദ്യം പറഞ്ഞത് സ്പീക്ക് മലയാളം.
അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. ബട്ട് അവനും അതേ രീതിയിൽ സംസാരിക്കാൻ പറ്റി. സോ പ്ലസ് നവ്യ ഐ എം സോ മച്ച് താങ്ക് യു. കാരണം ഞങ്ങൾ വളരെയധികം കംഫോർട്ട് ആക്കിയിട്ട് ഇരുത്താൻ സാധിച്ചു. Thank you, Vari, with the So, അങ്ങനെ So guys, echoes in the margin. Stay tuned. So let's keep waiting and thrill ആയിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് echoes in the margin coming weekend, right? 30th. Yeah. So see you guys in the next episode of Face of the Week. So it's me Navya signing off from BSC Malayalam TV.